രണ്ട് കടക്കാരുടെ കഥയിൽ വലിയൊരു എമൗണ്ട് ക്ഷമിച്ച് കിട്ടിയവൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കടം വാങ്ങിയവൻ്റെ കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി. അപ്പോൾ അവൻ്റെ സഹഭൃത്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഇവൻ ഇതാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ യജമാൻ എന്ത് ചെയ്യുന്നു? ക്ഷമിച്ചു കൊടുത്തവനെ തിരിച്ച് വിളിച്ച് അവൻ്റെ ക്ഷമ റദ്ദാക്കി. നമ്മൾ പറയുന്നത് മനസ്സിലാക്കണം. ഇത് വിശ്വാസ ജീവിതത്തിൽ വളരെ ഓർക്കേണ്ട കാര്യമാണ്. കർത്താവ് നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന ക്ഷമ റദ്ദാക്കപ്പെടുമെന്നാ വേദോസം പഠിപ്പിക്കുന്നത്. ഇത് ഐ ഡോണ്ട് തിങ്ക് മെനി ഓഫ് അസ് ആർ ബിലീവിങ് ഇറ്റ്. പല ആളുകളും അത് വിശ്വസിക്കുന്നില്ല. പല ആളുകൾ പറയുന്നത് അങ്ങനെ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ആളുകളുണ്ടെന്നല്ല, ഉണ്ടാകാമെന്നല്ല, ഉണ്ട്. യുനോ വൈ? വളരെ കൃത്യതയോടെ കർത്താവ് പഠിപ്പിച്ച ഈ കാര്യത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ സ്വർഗ്ഗപിതാവ് ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ ക്ഷമിപ്പീൻ. ദൈവസന്നിധിയിൽ ഒരു അൺഫോർഗിവിംഗ് സ്പിരിറ്റിന് കയറി ചെല്ലാനുള്ള യാതൊരു യോഗ്യതയുമില്ല. And God will never hear the prayers of a man who is having an unforgiving spirit. Hallelujah. അടുത്തതായിട്ട് മാരിറ്റൽ റിലേഷൻഷിപ്പിലെ കാര്യമാണ്. പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശരിയായ കുടുംബജീവിതമല്ല നയിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ലെന്നല്ല അവിടെ പറയുന്നത്, പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലെന്ന്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പിന്നത്തെ കാര്യമല്ലയോ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ വഴക്കുണ്ടാക്കിയിട്ട് ഭാര്യയെ തല്ലിയിട്ട് ഭർത്താവിനെ പള്ളു പറഞ്ഞു വെച്ച് പോയിരുന്ന് പായിട്ട് പ്രാർത്ഥിച്ചാൽ ഒരു രക്ഷയില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് പീസ് ഇൻ യുവർ ഫാമിലി. കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത കാര്യം അതിനുശേഷം പോയി പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലല്ലോ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതം വളരെ പ്രാധാന്യമറിയിക്കുന്നു. നിങ്ങളുടെ ആത്മീയതയുടെ എല്ലാം ചരടുകളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ചരട് നിങ്ങളുടെ ഫാമിലിയിലായിരിക്കുന്നത്. സോ വി നീഡ് ടു സീ ദാറ്റ് എവ്രി ക്രിസ്ത്യൻ ഈസ് ഹാവിംഗ് എ സൗണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് പാർട്ട്ണർ. നമ്മുടെ പങ്കാളിയുമായി വളരെ ആത്മീയമായ ഒരു കുടുംബ ബന്ധം വെച്ചു പുലർത്തുന്നത് വളരെ ആഗ്രഹം ആവശ്യമായിരിക്കണം. 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഡിസ്റ്റോർട്ടഡ് ഡിലൈറ്റ്സ് കോസസ് ഇറ്റ്സ് എ ഹിൻഡ്രൻസ് ഫോർ യുവർ പ്രേയേഴ്സ്. സാംസ് 37:4 യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ആ വാക്ക് അവിടുത്തെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. ഡിലൈറ്റ്, യുവർ ഡിലൈറ്റ് ഷുഡ് ബി ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ നോ വൺ എൽസ് ആൻഡ് നത്തിങ് എൽസ്. യഹോവയിലല്ലാതെ വേറൊരു വ്യക്തിയിലോ വേറൊരു കാര്യത്തിലോ രസിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ദൈവത്തിന് നിബന്ധനയില്ല. സോ ഡിസ്റ്റോർട്ടഡ് ഡിലൈറ്റ്സ് ഈസ് എ ഹിൻഡ്രൻസ് ടു പ്രേയർ. ഏറ്റവും ഒടുവിലായിട്ട് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ഓഫ് കോഴ്സ് അത് കുറെ കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ബാക്കിയുള്ള കാര്യമൊക്കെ അങ്ങ് ശരിയാക്കുക. ഈ കാര്യം ദൈവം നോക്കിക്കോളും. ഞാൻ ചിലപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ട്, ദാനിയേലിനോട് നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോഴത്തേക്ക് ദൂതൻ വന്ന് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ഞാൻ വന്നു, പക്ഷെ പാഴ്സി രാജാവ് അതിനെ തടഞ്ഞു, അതുകൊണ്ട് ചെന്ന് പോരാട് എന്ന് ദാനിയേലിനോട് പറയുകയാണോ? അല്ല. ദാനിയേലിനോട് പറയുന്നത്, ഞാൻ തിരിച്ചു പോകുകയാണ്. എന്തിനു വേണ്ടി? പോരാട്ടത്തിന് വേണ്ടി. അതായത് അന്ധകാരത്തിന്റെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാമെന്നുള്ളതല്ലാതെ പോരാട്ടത്തിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ കാര്യം വളരെ ചുരുക്കമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഈ ബാക്കിയുള്ള പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ സകല പ്രാർത്ഥനകളും തുടങ്ങുന്നത് തന്നെ സ്പിരിച്വൽ വാർഫെയറിലാണ്. തുടങ്ങുന്നത് തന്നെ എന്നാ ശക്തികളാണ്? ദേശാധിപതികളോടുള്ള പോരാട്ടമാണ് നമ്മുടെ തുടക്കം തന്നെ. ദേശാധിപതിയോടൊന്നുമല്ല പോരാടേണ്ടത്. ആദ്യം പോരാടേണ്ടത് നമ്മളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന സാത്താന്യ ശക്തികളോട് ആദ്യം പോരാടേണ്ടത്. എല്ലാ പാപത്തിന്റെ അന്ധകാരവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി, അൺഫോർഗിവ്നെസ് മാറ്റി, നമ്മളുടെ ജലസി മാറ്റി, നമ്മുടെ കോപം മാറ്റി, നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന എല്ലാ അന്ധകാരത്തെയും മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പിന്നെ ആലോചിക്കാം.
ഇതൊന്നും മാറ്റാതെ പോരാടാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറും പോരാട്ടം ഇങ്ങോട്ടും കൂടെ, അവിടെയൊക്കെയാണ് പോരാട്ടം തിരിച്ചടിക്കുന്നു പറയുന്നത്. അല്ലാതെ വിശുദ്ധനായ ഒരുത്തൻ പോരാടാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോരാട്ടവും തിരിച്ചടിക്കത്തില്ല. അതിനാരും പേടിക്കുകയും വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എല്ലാം പാസ്റ്റർമാരും പോലും മന്ത്രവാദികളുടെ പുറകെ പോവുകയാണ്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ ചലഞ്ച് ചെയ്തല്ലേ പറ്റിയുള്ള ആളുകൾ. ഐ ജസ്റ്റ് ചാലഞ്ച് ദം. ഐ ടോൾഡ് ദം, ഇവിടെ എന്ത് സോർസററോ എന്ത് കാര്യങ്ങളോ എന്ത് മന്ത്രമോ നിങ്ങൾ എനിക്കെതിരെ ചെയ്തോ. അവർ പേടിച്ചു പോയി. എടേ, അങ്ങനെ ഒരാൾ പറയാൻ പാസ്റ്റർമാർക്ക് എന്തില്ല? കാര്യം പാസ്റ്റർമാരും അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകളാണ്. നമുക്കെതിരെ ഒരു പോരാട്ടവും ഫലിക്കത്തില്ല. അതാണല്ലോ പറയുന്നത്, അതാണല്ലോ വേദോസം പഠിപ്പിക്കുന്നല്ലേ. ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല. നമുക്കെതിരെ ഉള്ള പോരാട്ടത്തെക്കുറിച്ച് പോലും അല്ല വേദോസം ശരിക്കും പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. നമ്മൾ പോരാടത്തേ ഇല്ലല്ലോ. നമ്മൾ പോരാടാതിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സാത്താൻ നമ്മളോട് പോരാടുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ പോരാടാൻ അങ്ങ് ചെന്നാൽ മതി. അല്ലാതെ നമ്മളോടുള്ള പോരാട്ടത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ മനസ്സിലാക്കും എന്താ നമ്മൾ പേടിച്ചിരിക്കുകയെന്ന്. അങ്ങനെ പേടിച്ചിരിക്കാനുള്ളവരല്ല നമ്മളങ്ങനെ പേടിച്ചിരിക്കാനുള്ള ആളുകൾ അല്ല. ഓക്കെ, ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ഉള്ള സമയം എനിക്കില്ലല്ലോ. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും മുമ്പ് നമുക്കുള്ള ഹിൻഡ്രൻസസ് ടു അവർ പ്രേയർ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നും പറയുന്നു. നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് പിതാവിനോട്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട്. നിങ്ങളും ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതായ ഹിൻഡ്രൻസസിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നില്ല എന്നുള്ളതാണ്. വി നീഡ് ടു ടേക്ക് ടൈം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമയം എടുക്കണം. അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയണം. വി നീഡ് ടു ടേക്ക് ടൈം. ആൻഡ് ഓൾസോ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഫീലിങ്സ് അനുസരിച്ച് തോന്നിയാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. അതെന്താണ്? ഒരു വിൽ, വൊളീഷൻ. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ വില്ലിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം. എൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഫീലിങ്ങിനപ്പുറത്ത് എൻ്റെ വിൽ പവർ. യെസ്, ഐ വിൽ പ്രേ, ഐ നീഡ് ടു പ്രേ. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. കർത്താവ് തൻ്റെ ശുശ്രൂഷകളെപ്പോലും മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയായിരുന്നു. നമ്മളും എന്ത് വേണം? ബാക്കി എന്ത് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാലും, എന്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ദൈവസന്നിധി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ ഹിൻഡ്രൻസസിനെയും നമ്മൾ മാറ്റണം. നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നതായ നമ്മുടെ പരസ്യ പാപങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങൾ, നമ്മുടെ അന്തരംഗത്തിലെ പാപങ്ങൾ, അതിനെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞേ പറ്റൂ. നമ്മുടെ അൺഫോർഗിവിങ് സ്പിരിറ്റ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ട് ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും കയ്പുള്ള വേര് നമ്മളുണ്ടെങ്കിൽ ഇന്ന് പറ, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത രീതിയിൽ എന്നിലെ മറ്റുള്ളവരോടുള്ള കയ്പുള്ള വേര് ഉണക്കി കിടപ്പുണ്ട്, ഞാനതിനെ എടുത്ത് കളയുക. നമ്മുടെ ഭാഗത്ത് നമ്മൾ എടുത്ത് കളയണം. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ ലെവലിലേക്ക്, എന്താണ് വിശ്വാസം? ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് വാസ്തവത്തിൽ വിശ്വാസം, അല്ലാതെ മറ്റൊന്നുമല്ല. ഭൗമികമായ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടാകത്തില്ല. കാര്യം അവൻ്റെ മനസ്സ് മുഴുവൻ ലൗകിക കാര്യങ്ങളാണ്, അവൻ്റെ മനസ്സ് മുഴുവൻ ഭൗതിക സുഖങ്ങളാണ്, അവൻ്റെ മനസ്സ് മുഴുവൻ ഷെയർ ചെയ്യാത്ത സന്തോഷങ്ങളാണ്. ഷെയർ ചെയ്യാത്ത സന്തോഷം ദൈവത്തിന് സഹിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്ന് രാത്രി നമുക്ക് എടുത്തു കളയണം. നമുക്ക് കർത്താവിന് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുന്നു. ഐ ഡിസൈഡ് ടു പ്രേ ഇൻ മൈ വിൽ. എൻ്റെ വൊളീഷൻ്റെ തലത്തിൽ ഞാൻ തീരുമാനമെടുക്കുകയാണ്. അല്ലാതെ എനിക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല. ഐ ടേക്ക് എ ഡിസിഷൻ. ഐ എം നോട്ട് ഫൈൻഡിങ് ടൈം. ഒരു പക്ഷേ എനിക്ക് സമയം കണ്ടെത്താൻ കഴിയത്തില്ലായിരിക്കും, ബട്ട് ഐ ടേക്ക് ടൈം. എൻ്റെ സമയത്തെ അപഹരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ മാറ്റി നിർത്തും. ഞാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും. ഹല്ലേലൂയ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവനായ കർത്താവ് മിനിസ്ട്രിയുടെ എല്ലാ വിശാലതയിലും പിതാവിനോടുള്ള സംസർഗം വിട്ടുകളയാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധികാലത്തെ എഴുന്നേറ്റ് ഇരുട്ടോടെ നിർജ്ജന സ്ഥലത്തേക്ക് പോയവനായ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവാണ് നമ്മുടെ മാതൃക. എല്ലാ കാര്യത്തിനും കർത്താവാണ് നമ്മുടെ മാതൃക. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും കർത്താവാണ് നമ്മുടെ മാതൃക.
കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിച്ചത്. പക്ഷേ ഇതുതന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കാനല്ല. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്ന് പഠിച്ചപ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. പ്രെയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രാർത്ഥന? ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് അവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക. എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളും. നിനക്ക് അഗോചരവും നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുമായ ആ സ്വർഗീയ ലോകത്തിലേക്ക്, ആത്മാവിൻ്റെ തലത്തിലേക്ക് ഞാൻ നിന്നെ കൈപിടിച്ച് കയറ്റും എന്ന് കർത്താവ് ഇൻവൈറ്റ് ചെയ്യുക. അവൻ്റെ വീട്ടിലേക്ക് നമ്മളെ വിളിക്കുന്നതാണ് പ്രാർത്ഥന. എത്ര പേര് കർത്താവ് പറയും, കർത്താവേ നിന്റെ ലോകത്തിലേക്ക് ഇന്ന് എനിക്കൊന്ന് പ്രവേശിക്കണം. ഹല്ലേലൂയ. എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്റെ മുഖം കാണണം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് അവൻ്റെ മുഖം മാത്രം കാണാനുള്ള വലിയൊരു അഭിവാഞ്ചയോടെ ഓടിച്ചെല്ലുന്നതാണ്. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നെ, ജീവനുള്ള ദൈവത്തെ കാണുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയം നിന്റെ പ്രാകാരങ്ങളെ കാണുവാൻ അതിനുവേണ്ടി വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. നിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ, നിന്റെ മുഖത്തിലേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അഭിവാഞ്ചയുണ്ട്. എനിക്കല്ലാതെ കഴിയത്തില്ല. ഐ ആം ഈവൻ ഫെയിൻറ്റഡ്. ഞാൻ മോഹാലസ്യപ്പെട്ടു പോകുന്നു. കർത്താവേ എനിക്ക് നിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കണം. കർത്താവേ എനിക്ക് നിന്നെ സ്നേഹിക്കണം. കർത്താവേ എനിക്കൊരു ബ്രൈഡ് ഗ്രൂമായിട്ട് നിന്നെ അറിയണം. മണവാളനോടുള്ള സ്നേഹം, നിന്റെ സൗന്ദര്യം ഒന്ന് കാണാൻ. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, യഹോവയുടെ മനോഹരത്വം കാണാൻ. ഹല്ലേലൂയ. ആ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനായ മനോഹരത്വമുള്ള ആ പ്രാണപ്രിയന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. കർത്താവേ ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. കർത്താവേ നീ തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നിന്നെ തന്നെ അറിയാനായിട്ട് ഞങ്ങൾ നിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. കർത്താവേ നിന്റെ സൗന്ദര്യം കാണുവാൻ. കർത്താവേ നീ ഞങ്ങൾക്കൊരു മീൻസ് അല്ല. കർത്താവേ നീ ഞങ്ങളുടെ ഒരു എൻഡാണ്. കർത്താവേ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ഒരിക്കലുള്ള സഹായിക്കണമേ. കർത്താവേ നിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഫീലിംഗ് അനുസരിച്ചല്ല, കർത്താവേ ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബോധതലത്തിൽ ഇന്നൊരു തീരുമാനമെടുക്കുന്നു. കർത്താവേ നിന്റെ സാന്നിധ്യത്തിന്റെ ആ നിറവ് ലഭിക്കുന്നതിന് തടസ്സമായി എന്ത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ വലിച്ചെറിഞ്ഞു കളയുന്നു. കർത്താവേ ഹല്ലേലൂയ. എല്ലാ ഹിൻഡ്രൻസസിനെയും ഞങ്ങൾ മാറ്റുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അൺഫോർഗിവിംഗ് സ്പിരിറ്റിനെയും ഞങ്ങൾ ഇന്ന് പുറത്താക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ കൈപ്പുള്ള വേരിനെയും ഞങ്ങൾ പുറത്താക്കുകയാണ്. കർത്താവേ എല്ലാ ഡിസൊബീഡിയൻസിനെയും ഞങ്ങൾ പുറത്താക്കുകയാണ്. നിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ, ഞങ്ങൾ നിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ സകല ആഗ്രഹങ്ങളെയും നിവർത്തിച്ചിട്ടാണ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവേ ഞങ്ങൾ നിന്നെ ഒബേ ചെയ്യുവാനായിട്ട്, അനുസരിക്കാനായിട്ട് ഇത് തീരുമാനമെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.